ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതി നമ്മേവരെയും സ്വാധ്യായത്തിലെ 5-ാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതിശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ 4-ാമത്തെ പാഠമായിരുന്നു. നമ്മൾ പരിചയപ്പെട്ടു വരുന്ന ഇക്കോസഫിക്കൽ എലമെന്റുകളിൽ ഇന്ന് പരിചയപ്പെടുന്നത് പ്രകൃതി മനഃശാസ്ത്രം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ്. Distinction of ecopsychology redefines localized chemical activity to globalized nominal balance. എന്താണ് പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ വ്യതിരിക്തത? ജീവൽ വ്യവസ്ഥയുടെ ആന്തരികവും ബാഹ്യവുമായ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും കൈകാര്യം ചെയ്യാനും പ്രതികരിക്കാനും പ്രാപ്തരാക്കുന്ന ബോധം, ധാരണ, ചിന്ത, വിധി, ഓർമ്മ, വികാരങ്ങൾ തുടങ്ങിയ ജ്ഞാനീയ ഘടക ശേഷികളുടെ കൂട്ടമാണ് മനസ്സ്. എന്നാൽ ഉയർന്ന പരിണിത വ്യവസ്ഥകളുടെ നാഡീജാലങ്ങളിലെ വൈദ്യുത പ്രവർത്തനങ്ങളും അന്തർസ്രാവികളിലെ രാസപ്രവർത്തനങ്ങളും അവയവങ്ങളിലെ ഭൗതിക പ്രവർത്തനങ്ങളും മാത്രം ചേർന്ന പ്രാദേശിക പ്രതിഭാസമായി ആധുനിക ശാസ്ത്രം മനസ്സിനെ പരിമിതപ്പെടുത്തുന്നു. ധർമ്മനിർവഹണാർത്ഥം വ്യവസ്ഥയുടെ അകം പുറം സഹവ്യവസ്ഥാ സംവിധാനങ്ങൾക്കിടെ പ്രേരക ഊർജമായി നടപ്പിലാകുന്ന ഖഗോള പ്രതിലീന ആസൂത്രണങ്ങളാണ് മനസ്സ് എന്ന് ഇക്കോസൈക്കോളജി പുനർനിർവചിക്കുന്നു. അതുപ്രകാരം വ്യക്തിഗതവും മൂർത്തവും ആയ ശരീരപരിധിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല മനസ്സ്. പരിസരത്തോടുള്ള നിരന്തര അനുരൂപണത്തിനു വഴിയൊരുക്കുന്ന അമൂർത്തമായ വിനിമയ പ്രേരണകളിലൂടെ അത് വ്യവസ്ഥയുടെ സ്ഥലകാലമാനങ്ങളെ മറികടന്ന് നിലകൊള്ളും. അതിനാൽ സുസ്ഥിര ജീവനത്തിനായി പരിസരവുമായുള്ള കണ്ണി കേവല സാങ്കേതിക യുക്തികളാൽ മുറിയാതെ സൂക്ഷിക്കാനും വ്യക്തിയിലെ ജ്ഞാനീയ ഘടകശേഷികളെ അനുരൂപനവും താളവും സന്തുലിതത്വവും സഹവർത്തിത്വവും പുനഃസ്ഥാപകത്വവും ഒരു നിയതമായ സഹജീവന വ്യവസ്ഥയിലൂടെ താളാത്മകമായി ഏകോപനം ചെയ്യുവാനും ഇക്കോസൈക്കോളജി ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് ഇക്കോസൈക്കോളജിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതിനെ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സങ്കേതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ന്യൂറോണുകളുടെ പ്രവർത്തനമാണെന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്ന ഒരു കാഴ്ച ആധുനിക ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനെയും വെട്ടിമുറിച്ച് തനിക്ക് ആദായമുണ്ടാക്കുന്ന ഒരു മേഖലയിൽ കൊണ്ട് കെട്ടിയിടുക എന്നുള്ളത് ഈ പെട്രോളിയം ഉരുക്ക് ഭീമന്മാരുടെ ലോക നിയന്ത്രണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിന്റെ ഭാഗമായി മനഃശാസ്ത്രം എന്ന് പറയുന്ന പെട്ടെന്ന് മനുഷ്യന് കൈകടത്താൻ കഴിയാതെ പോകുന്ന അവന്റെ ഒരു മുഖത്തെ കൈകാര്യക്ഷമമായ, പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഔഷധങ്ങൾക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു ഏരിയയിൽ കൊണ്ട് കെട്ടിയിടുക എന്നുള്ളത് കച്ചവടത്തിന്റെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ന്യൂറോണുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന സങ്കല്പനത്തിലേക്ക് വന്നെത്തിയത്. സത്യത്തിൽ പ്രകൃതി മനഃശാസ്ത്രം എന്നതിന്റെ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് വേർഷനാണ്. അപ്പൊ അതുപ്രകാരം ജീവൽ വ്യവസ്ഥയുടെ ആന്തരികവും ബാഹ്യവുമായ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും കൈകാര്യം ചെയ്യാനും പ്രതികരിക്കാനും പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അതായത് ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ. എനിക്ക് വിശപ്പുണ്ടാവുന്ന ആന്തരിക അനുഭവമാണ്. എന്റെ മുന്നിൽ ഒരു തീ കാണുന്നു, അത് ബാഹ്യമായ അനുഭവങ്ങളാണ്. ഇതിനെ വ്യാഖ്യാനിക്കാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനോട് പ്രതികരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന, ഒരു വ്യവസ്ഥയെ പ്രാപ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ബോധമാണ്. ഞാൻ അതിനെ കാണുമ്പോൾ അതവിടെ ഉണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള ധാരണ, ആ തീ കാണുന്ന സമയത്ത് അത് ധാരണ അല്ല, വിശപ്പ് കാണുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ധാരണ, അതെന്തെന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത, അത് ഇന്നതായിരിക്കും എന്നുള്ള വിധി, ജഡ്ജ്മെന്റ്, അതിനെക്കുറിച്ചുള്ള ഓർമ്മ,
അവയെ കുറിച്ചുള്ള ഒരു ശാരീരിക കാലാവസ്ഥ അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ജ്ഞാനീയ ഘടകങ്ങളുടെ കൂട്ടമാണ് ശരിക്കും മനസ്സ്. ഇങ്ങനെ കുറേയേറെ കോഗ്നിറ്റീവ് എലമെന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. എന്നുവെച്ചാൽ അറിയൽ എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറെ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇത് കുറെ ശേഷികളാണ്, നമുക്കുണ്ടാവുന്ന ശേഷികളാണ്. ഒരു കാര്യം കണ്ടാൽ അതാണെന്ന് ബോധ്യപ്പെടാൻ നമുക്കൊരു ശേഷി വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ബോധം, ധാരണ, ചിന്ത, വിധി, ഓർമ്മ, വികാരങ്ങൾ തുടങ്ങിയ ജ്ഞാനീയ ഘടകങ്ങളുടെ കൂട്ടായ്മയാണ് മനസ്സെന്ന് പറയുന്നത്. അതിന് നമ്മൾ ആന്തരികവും ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഈ ഘടകങ്ങൾ. അപ്പൊ ഇവയുടെ ആകത്തുകയാണ് മനസ്സെന്ന് പറയുന്നത്. പക്ഷെ ഉയർന്ന പരിണിത വ്യവസ്ഥകൾ ഉണ്ടല്ലോ, മനുഷ്യനെ പോലുള്ള ഉയർന്ന പരിണാമത്തിലൂടെ ഉയർന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള വ്യവസ്ഥകളുടെ നാഡീജാലങ്ങൾ, നെർവസ് സിസ്റ്റം ഉണ്ട്. ആ നെർവസ് സിസ്റ്റങ്ങളുടെ അകത്ത് ഇലക്ട്രിക് ഇമ്പൾസുകളുടെ രൂപത്തിൽ, ന്യൂറോണുകൾക്ക് അകത്തുള്ള ഇലക്ട്രിക് ഇമ്പൾസുകളുടെ രൂപത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ചസ്, അവിടെ ഉള്ള കെമിക്കൽ ആക്ഷൻസ്, അവ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓർഗൻസിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ, ഉറപ്പായിട്ടും കെമിക്കൽ ആക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും കൂടെ അവിടെ ഉണ്ടാവും. ഇത്തരം ആക്ടിവിറ്റികൾ മാത്രം ചേർന്നിട്ടുള്ള ഒരു പ്രാദേശിക പ്രതിഭാസമായിട്ട് ആണ് ആധുനിക ശാസ്ത്രം, പ്രത്യേകിച്ചും ഈ പെട്രോളിയം ശാസ്ത്രം, ഈ മനസ്സിനെ കാണുന്നത്. ന്യൂറോണുകളുടെ പ്രവർത്തനം എൻഡോക്രൈൻ സിസ്റ്റത്തെ അത് ബാധിക്കുന്നു, അതുകൊണ്ട് ഓർഗൻസിനെ അതിങ്ങനെ ബാധിക്കുന്നു. ഇവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത് മാത്രമാണ്, ഇതിനപ്പുറത്ത് വേറൊന്നുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് നമ്മുടെ ശരീരബാഹ്യമായ ഒരു ഇടവുമായിട്ട് അതിനൊരു കണക്ഷൻ ഇല്ല എന്ന രീതിയിൽ ലിമിറ്റ് ചെയ്ത് വെക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചികിത്സയ്ക്കുള്ള സൗകര്യം, മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാനുള്ള സൗകര്യം. രണ്ട്, മനസ്സിന് ശരീരപരിധിയുടെ വെളിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഈ സാധ്യതയെ മറച്ചു വെക്കുക എന്ന ഒരു ഉദ്ദേശ്യം കൂടെ അതിനകത്തുണ്ട്. മറച്ചു വെക്കുമ്പോഴാണ് പുതിയ സങ്കേതങ്ങൾ, പുതിയ സാധ്യതകളെയൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയും സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകാത്ത രീതിയിൽ വിഡ്ഢികളായി മാറുകയും അല്ലെങ്കിൽ വിഡ്ഢികളായി നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള ഒരു വസ്തുത അവിടെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോ ആധുനിക വൈദ്യം എന്ന് പറയുന്ന, ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു നിരീക്ഷണം മനഃശാസ്ത്രത്തെ ഈ വിധത്തിൽ ലിമിറ്റ് ചെയ്യുമ്പോൾ, അതായത് നെർവസ് സിസ്റ്റത്തിനകത്തുണ്ടാവുന്ന ഇലക്ട്രിക് ആക്ടിവിറ്റി ആയിട്ടും എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന കെമിക്കൽ ആക്ടിവിറ്റി ആയിട്ടും ഓർഗൻസിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ടും മനസ്സിനെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇക്കോ സൈക്കോളജി ഇതിനെ മൊത്തത്തിൽ റീഡിഫൈൻ ചെയ്യും. അതായത് ധർമ്മനിർവഹണാർത്ഥം ഉള്ള ഒരു പ്രവർത്തനമാണ് മനസ്സെന്ന് ആദ്യമേ പറയുന്നത്. നമ്മുടെ ധർമ്മം എന്താണ്, അത് നിർവഹിക്കാനുള്ള പ്രവർത്തനമാണ് മനസ്സ്. അത് അകം പുറം സഹവ്യവസ്ഥാ സംവിധാനങ്ങൾക്കിടെയാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നത് അകത്ത് പുറത്തുമുള്ളത്. അത് മാത്രമല്ല, സഹവ്യവസ്ഥകൾ, എന്നെ പോലെയുള്ള മറ്റു വ്യവസ്ഥകൾ, ഇവയ്ക്കിടയിൽ, ഈ സംവിധാനങ്ങൾക്കിടയിൽ പ്രേരക ഊർജമായി നടപ്പിലാകുന്നതാണ്. അത് പ്രേരിപ്പിക്കും, നമ്മളെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കും. ആ പ്രേരക ഊർജമായി നടപ്പിലാക്കും. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി, കെമിക്കൽ ആക്ടിവിറ്റി, പിന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ലാതെ മാഗ്നറ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ ഈ എന്താ പറയാ, എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്, ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിവിറ്റികൾ, ഇൻഡക്ഷൻസ്, ഇതെല്ലാം ഉണ്ടാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. അത് ഒരു ഖഗോള പ്രതിഭാസമാണ്. ഖഗോളം എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽസ്റ്റൽ എന്ന് പറയുന്ന ആ മൊത്തത്തില് പ്രപഞ്ചം മുഴുവൻ ഒരു ഒറ്റ ഗോളമായി, ഏക ശരീരമായി നിൽക്കുന്ന ഒരു സങ്കല്പനമാണ് ഖഗോള സങ്കല്പം. ഈ ഖഗോളത്തില് മൊത്തത്തിൽ ഉണ്ടാകുന്ന പ്രതിലീന ആസൂത്രണങ്ങളാണ്. മറ്റേത് പ്രതിഭാസങ്ങളാണ്, ഇത് പ്രതിലീനമാണ്. അകത്ത് ലീനമായി നിൽക്കുന്നത് നമുക്ക് തൊട്ടറിയാൻ കഴിയില്ല. അപ്പോ പ്രതിലീന ആസൂത്രണങ്ങളാണ് മനസ്സ്. അപ്പോ അതിന്റെ സാധ്യത എന്ന് പറഞ്ഞ അകം പുറം സഹവ്യവസ്ഥകളുടെ അകത്ത് ഊർജപ്രേരണകളായിട്ട് അല്ലെങ്കിൽ പ്രേരക ഊർജമായിട്ട് നടപ്പിലാകും. അത് ഈ ലോക്കൽ ഒരു ഏരിയയിലാണോ നിൽക്കുന്നത്, പ്രാദേശികമായിട്ടാണോ നിൽക്കുന്നത്, അത് ഖഗോള തലത്തിൽ പ്രതിലീന രൂപത്തിലാണ്, എല്ലാത്തിലും ലീനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഈ മനസ്സ് നിലനിൽക്കുന്നത്. അതുപ്രകാരം
വ്യക്തിഗതവും മൂർത്തവുമായ പരിധിയിൽ ഒതുങ്ങുന്നത് അല്ല മനസ്സ്. ഞാൻ എന്നുള്ള ഒന്നിന്റെ മനസ്സ് പറഞ്ഞ് എന്റെ ശരീരപരിധിയിൽ ഒതുങ്ങുന്നതല്ല, എന്റെ വ്യക്തിപരിധിയിൽ ഒതുങ്ങുന്നതല്ല. മാത്രമല്ല മൂർത്തമായ ശരീരപരിധി, എന്റെ ശരീരം എന്ന് പറയുന്നതിനെ നമ്മള് എന്റെ ഈ തൊലിക്കകത്തുള്ളതാണ് എന്റെ മൂർത്തമായിട്ടുള്ള ശരീരപരിധി. ഫിസിക്കൽ അല്ലെങ്കിൽ ടാൻജിബിൾ ബോഡി എന്ന് പറയുന്നത് ഇതിനകത്താണ്, ഈ തോലിനകത്താണ്. എന്റെ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഭൂമിയെക്കാളും വലുതാണ്. അപ്പോ എന്റെ ഫിസിക്കൽ ഡയമെൻഷനകത്ത് ഒതുങ്ങുന്നതല്ല, അതിലും വിപുലമായതാണ് എന്നാണ് ഇക്കോ സൈക്കോളജി പറയുന്നത്. കാരണം പ്രകൃതിയുടെ ഘടന എങ്ങനെയാണ്, അത് ഖഗോള മാനത്തിൽ വളർന്നു നിൽക്കുന്നതാണ്. അപ്പൊ ഇതിന് ഈ പരിധിയിൽ ഒതുങ്ങാത്ത ഈ മനസ്സിന് പരിസരത്തോടുള്ള നിരന്തര അനുരൂപനത്തിന് വഴിയൊരുക്കുന്ന അമൂർത്തമായ വിനിമയ പ്രേരണകളിലൂടെ അത് സ്ഥലകാല മാനങ്ങളെ മറികടന്ന് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. പരിസരത്തോടുള്ള നിരന്തര അനുരൂപനം, വ്യവസ്ഥ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, അത് ശാന്തിയിലേക്ക് എത്താൻ, സ്വാസ്ഥ്യത്തിലേക്ക് എത്താൻ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു സത്ത ഇവിടെ ഉണ്ടായിക്കഴിയുമ്പോൾ അതിന്റെ പരിസരത്തോട് പരിപൂർണമായി അനുരൂപപ്പെട്ട് നിൽക്കുവാനാണ് അത് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രമത്തിനു വേണ്ടിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോ പരിസരത്തോടുള്ള നിരന്തര അനുരൂപനത്തിന് വഴിയൊരുക്കുന്ന അമൂർത്തമായ വിനിമയ പ്രേരണകൾ. മൂർത്തമായ വിനിമയ പ്രേരണ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ചൂടുണ്ടായി, അവിടെ ഒരു തണുപ്പുണ്ടായി. അപ്പൊ തണുപ്പുള്ള ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ചൂടുള്ള ഭാഗത്തുനിന്നും തണുപ്പുള്ള ഭാഗത്തേക്ക് ഒരു പ്രവാഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തണുപ്പുള്ള ഭാഗത്തുനിന്നും ചൂടുള്ള ഭാഗത്തുനിന്നും കുറച്ച് ഇവാക്വേഷൻ ഉണ്ടാവുന്നു, തണുപ്പുള്ള ഭാഗത്തുനിന്നും ചൂടുള്ള ഭാഗത്തേക്ക് പ്രവാഹം ഉണ്ടാകുന്നു എന്ന രീതിയിൽ നമുക്ക് മൂർത്തമായിട്ട് കാര്യങ്ങളെ കണക്കാക്കാം. കെമിക്കൽ ആക്ഷൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫിസിക്കൽ ആക്ഷൻസിനെ നമ്മൾ ഒരിടത്തുനിന്ന് ഫോഴ്സ് കൊടുക്കുന്നു, അതുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ അമൂർത്തമായ വിനിമയ പ്രേരണ എന്തുകൊണ്ടാണ് നമുക്കറിയില്ല, മൂർത്തമല്ല. അപ്പോ പരിസരത്തോട് അനുരൂപനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു പ്രവർത്തനം ഉണ്ടാവുന്നത്. പക്ഷെ അത് അമൂർത്തമായ വിനിമയമാണ് ഉണ്ടാവുന്നത്. അത് അമൂർത്തമായ വിനിമയ പ്രേരണയാണ്. ഒരു ഊർജ ദാനം അവിടെ നടക്കുന്നത്, ഊർജ പ്രേരണ, ഊർജത്തിന്റെ ഇൻഡക്ഷൻ അവിടെ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോ അവിടെ ഉണ്ടാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് വ്യവസ്ഥയുടെ സ്ഥലകാലമാനങ്ങളെ, സ്പേഷ്യോ ടെമ്പറൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, ഇതിനെ മറികടക്കുന്നു എന്നുള്ളതാണ്. സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം എന്ന് പറയുന്ന അവസ്ഥകളെ തന്നെ അത് മറികടക്കുകയാണ്. അപ്പൊ മനസ്സിന് ഈ കാലത്ത്, ഈ സമയത്ത്, ഇപ്പോൾ മാത്രം എന്നൊരു അവസ്ഥയില്ല. ഇത് ത്രികാലങ്ങളെ മറികടന്നിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോ പ്രകൃതിയില് ഒരു സത്തയുടെ മനസ്സെന്ന് പറയുന്നത് സത്തയുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് സ്ഥലകാലമാനങ്ങളെ മറികടന്ന് അമൂർത്തമായ വിനിമയ പ്രേരണകൾ ചുറ്റും നടത്തിക്കൊണ്ടാണ് അതിന്റെ പരിസരവുമായിട്ട് അനുഭവപ്പെടാൻ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ സുസ്ഥിര ജീവനത്തിനായി പരിസരവുമായിട്ടുള്ള കണ്ണി കേവല സാങ്കേതിക യുക്തികളാൽ മുറിയാതെ സൂക്ഷിക്കാൻ ഇക്കോസൈക്കോളജി നമ്മളോട് ആവശ്യപ്പെടും. സുസ്ഥിര ജീവനം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പരിസരവുമായിട്ടുള്ള ഒരു കന്നി ബന്ധമുണ്ടല്ലോ. നമ്മളെല്ലാം തമ്മിൽ പരസ്പര ജാലികയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത്. എന്റെ ശരീരപരിധിക്ക് വെളിയിലുള്ളതെല്ലാം എന്റെ പരിസരം. ഈ പരിസരവുമായി ഞാൻ കണ്ണി മുറിയാതെ ജീവിക്കണം. എങ്ങനെയാണ് കണ്ണി മുറിയുന്നത്? കേവല സാങ്കേതിക യുക്തികൾ കൊണ്ടാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ വിച്ഛേദിക്കുന്നു. മറ്റുള്ളതെല്ലാം അന്യമാണെന്ന് ഞാൻ പറയുന്നു. ബ്രേക്ക് ദ ചെയിൻ എന്ന് നമ്മൾ പറയുന്നു. മറ്റുള്ളവയെല്ലാം ദൂരെയാണെന്ന് പറയുന്നു. വ്യക്തിപരതയിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ മറ്റുള്ളവയോട് മത്സരിക്കാൻ പഠിക്കുന്നു. മറ്റുള്ളവയുമായിട്ട് വസ്ത്രം കൊണ്ടും ചിന്ത കൊണ്ടും വേലി കൊണ്ടും വിച്ഛേദിതനായിട്ട് ജീവിക്കുന്നു. അങ്ങനെ വിച്ഛേദിതനായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് സുസ്ഥിരത നഷ്ടമാകും. അപ്പൊ ഇത് നഷ്ടമാകാതെ സൂക്ഷിക്കാൻ ഇക്കോ സൈക്കോളജി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. വ്യക്തിയിലെ ജ്ഞാനിക ഘടകശേഷികളുടെ അനുരൂപനവും താളവും സന്തുലിതത്വവും സഹവർത്തിത്വവും പുനഃസ്ഥാപകത്വവും ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അവിടെയാണ് സുസ്ഥിരത നിലനിൽക്കുക. വ്യക്തിയിലെ ജ്ഞാനീയ ഘടകശേഷികൾ ഏതൊക്കെയാ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ബോധം, ധാരണ, ചിന്ത, വിധി, ഓർമ്മ, വികാരങ്ങൾ തുടങ്ങിയ ആ ജ്ഞാനീയ ഘടകശേഷികൾ, ആ കോഗ്നിറ്റീവ് പ്രോപ്പർട്ടികൾ ഉണ്ട്. ആ കോഗ്നിറ്റീവ് പ്രോപ്പർട്ടികളുടെ അനുരൂപനം, പരസ്പരമുള്ള പൊരുത്തമാകൽ, അവയുടെ താളം അങ്ങനെ കൃത്യമായി താളത്തിലായിത്തീരുന്നൊരവസ്ഥ, സന്തുലിത അവസ്ഥ, അതിന്റെ ബാലൻസ്, അത് മാത്രമാണ് സഹവർത്തിത്വം. അതായത് എന്താ പറയാ, സിംബയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇവയെല്ലാം തമ്മിലുള്ള
ഞാനും എന്റെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളും എന്റെ ഈ ഘടകങ്ങളും എല്ലാം തമ്മിലുള്ള സഹവർത്തിത്വം, അവയ്ക്ക് എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ പുനഃസ്ഥാപിക്കുന്ന ഒരവസ്ഥ. ഇത്രയേറെ കാര്യങ്ങൾ ഒരു നിയതമായ സഹജീവന വ്യവസ്ഥയിലൂടെ താളാത്മകമായി ഏകോപനം ചെയ്യാൻ ആണ് ഇക്കോ സൈക്കോളജി ആഹ്വാനം ചെയ്തത്. എന്താണ് ഈ സഹജീവന വ്യവസ്ഥ? ഞാൻ എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ, എന്റെ ധർമ്മങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ എന്റെ പരിസരത്തുള്ള ഘടകങ്ങളുമായി അനുരൂപപ്പെടുകയും ആ അനുരൂപനത്തിലൂടെ മാത്രമേ എന്റെ ധർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നും, എന്റെ മനസ്സെന്ന് പറയുന്നത് മറ്റുള്ളവയുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും, എന്റെ ധർമ്മങ്ങൾ മറ്റുള്ളവയുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും, അവയുമായിട്ട് ഒരു സഹവ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽക്കാനാവൂ എന്നും, എന്റെ നിലനിൽപ്പും മറ്റുള്ളവയുടെ നിൽപ്പും പരസ്പര പൂരകങ്ങളാണെന്നും ഒക്കെയുള്ള ബോധ്യം. ഈ ബോധ്യത്തിൽ നിന്നാണ് ഒരു സഹജീവന വ്യവസ്ഥയിലൂടെ താളാത്മകമായി ഏകോപനം ചെയ്യണമെന്നുള്ള ആ ഒരു ആവശ്യം ഇക്കോ സൈക്കോളജി മുമ്പോട്ട് വയ്ക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് വേലിക്കെട്ടുകൾക്കകത്ത് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമല്ല. ഈ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി അടുക്കി വെച്ചിട്ടുള്ള എന്തിനാണ്? അതോറിറ്റേറിയൻസിന്റെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി അവരെ നമ്മളെ സൗകര്യപ്രദമായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. പരസ്പര ജാലികയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ മുഖമുദ്ര, വൈവിധ്യമാണ് മുഖമുദ്ര. ഈ വൈവിധ്യത്തിലായി തീർന്നിരിക്കുമ്പോൾ ഇവയെല്ലാം തമ്മിൽ താളാത്മകമായി സഹജീവനത്തിലൂടെ, സിംബയോസിസിലൂടെ ഏകതാനതയിൽ ഏകോപനം ചെയ്തു നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് നമുക്ക് ഞാനെന്ന സത്ത എന്റെ പരിസരവുമായി അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ താളത്തിലാകുന്നത്, അങ്ങനെയാണ് ഞാൻ സന്തുലിതമായി നിലനിൽക്കുന്നത്, അങ്ങനെയാണ് എന്നിൽ സഹവർത്തിത്വം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് എന്നിൽ പുനഃസ്ഥാപകത്വം ഉണ്ടാകുന്നത്. ഈ രീതിയിൽ നിൽക്കുക, അതിലൂടെ മാത്രമേ സുസ്ഥിര ജീവനം സാധ്യമാവുകയുള്ളൂ എന്ന് ഇക്കോ സൈക്കോളജി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, ആഹ്വാനം ചെയ്യും. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ലിവിംഗ് എന്നുള്ള ഒരു പ്രോസസ് ബോധ്യമാകണമെങ്കിൽ, അതിന്റെ സമ്പൂർണ്ണാവസ്ഥയിലേക്ക് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകീമാനസത്തിലേക്കുള്ള ഒരു തുറവി ഉണ്ടാകണം. നമ്മളെ ലോകം മുഴുവൻ ആ ഒരു ഖഗോള സംവിധാനത്തിന്റെ ഭാഗമാണെന്നുള്ള, ഏക ശരീരത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതിനനുസരിച്ചുള്ള ധാരണ, ചിന്ത, വിധി, ഓർമ്മ, വികാരങ്ങൾ തുടങ്ങിയവ ഉണ്ടാവണം. ഈ വികാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മനോപ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള വഴക്കമുണ്ടാവണം, സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇത് ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു ഗോത്രത്തിലാണ് നടപ്പിലാകുന്നത്. ഇതൊരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നടപ്പിലാവില്ല. അങ്ങനെ അവിടെ നടപ്പിലാക്കാൻ ഒരുങ്ങിയാൽ അത് അധികകാലം മുമ്പോട്ട് പോകില്ല. അതിന്റെ ബാക്കിപത്രമാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു 200 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മളെ മനുഷ്യകുലം തന്നെ, ജീവകുലം തന്നെ അന്യം നിന്ന് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നു. ഇവിടെ നിന്ന് നമ്മൾ പുനർക്രമീകരിക്കേണ്ടതും, ആ പുനർക്രമീകരണത്തിന്റെ ഭാഗമാണ് നമ്മൾ ആ കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മൾ ആ പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ വഴിയിൽ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള നിരന്തര ബന്ധത്തിന്റെ, ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത ബന്ധത്തിന്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നു. അവിടെയാണ് ഇക്കോ സൈക്കോളജി നമ്മളോട് ആ ഒരു കൂട്ടുജീവിതത്തിന്റെ, ഒരു സഹവർത്തിത്വ മനോഭാവത്തിന്റെ ഒരു ആവശ്യകതയെ കൃത്യമായി പറഞ്ഞു തരുന്നത്. ഇതാണ് ഇക്കോ സൈക്കോളജിയുടെ വ്യതിരിക്തത. സാധാരണ സൈക്കോളജിയിൽ നിന്നും സാധാരണ ജീവിത വീക്ഷണത്തിൽ നിന്നുള്ള വ്യത്യാസം ഇത്. ഈ വ്യത്യാസത്തെ ബോധ്യപ്പെടുവാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ പേർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.